കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട്. നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഗോവിന്ദ് വിജയലക്ഷ്മിയെ സ്നേഹിക്കുന്നിട്ട് ആകപ്പാടെ സമനിലറ്റ പോലെ ഇരിക്കുന്ന രാധികാമനെ വരുണിനെയൊക്കെയാണ് ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ഗോവിന്ദ വിജയലക്ഷ്മിക്ക് കഞ്ഞിയൊക്കെ അങ്ങനെ സ്പൂണി വാരി കൊടുക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടപ്പോ രാധികാമ്മയ്ക്ക് സഹിച്ചില്ല. രാധികാമ്മ അവിടെ ജനലിന് വഴി ഇങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കൊള്ള, ഇത്രയും കാലമായിട്ട് തനിക്ക് കണ്ണൻ ഒരു വട്ടം പോലും ഇങ്ങനെ തനിക്ക് വയ്യാതെ വന്നിട്ട് പോലും ചെയ്തിട്ടില്ല. ഇപ്പൊ അവൻ അവന്റെ പെറ്റമ്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഇതാണ് താനും വിജയലക്ഷ്മി എന്നുള്ള വ്യത്യാസം. അപ്പൊ ഇത്രയും കാലം അവൻ തന്റെ മുന്നിൽ സ്നേഹം അഭിനയിക്കുമായിരുന്നു. താൻ അവന്റെ ആരുമല്ല. അതൊക്കെ ഓർത്തപ്പോ നെഞ്ചു പടഞ്ഞു. പെട്ടെന്ന് തന്നെ വരുൺ പറഞ്ഞു, കണ്ടില്ലമ്മേ, ഗോവിന്ദേട്ടൻ ആ വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടോ? ഇത്രയും കാലമായിട്ട് അമ്മയോട് ഇതിന് നാലിലൊന്ന് സ്നേഹമെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ രാധിക പറഞ്ഞു, പിന്നെ അത് നീ കാണാത്തോണ്ടാന്ന് പറയും. പിന്നെ എന്റെ മുന്നിൽ വാദിച്ച് ജയിക്കുമൊന്നും വേണ്ട, എനിക്കറിയാലോ. ഇപ്പൊ അമ്മ വെറും കറിവേപ്പില, അമ്മയ്ക്ക് ഒരു വിലയില്ല. ഇപ്പൊ വിജയലക്ഷ്മി പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 10 പകരം കഴിയുമ്പോൾ കണ്ടു അമ്മേനെ എന്നെയൊക്കെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. പിന്നെ അവരായിരിക്കും ഇവിടെ രാജ്ഞിയായിട്ട് വാഴായിട്ട് പോന്നെ. അമ്മ കണ്ടോളാൻ പറയണം. ഈശ്വരന്മാരെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വല്ലാത്തൊരവസ്ഥയായി പോലോ എന്നൊക്കെ ഓർക്കുവാണ്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം വിജയലക്ഷ്മി ഇരിക്കുന്ന സമയത്ത് ഗീതി വെച്ച്, എന്താമ്മേ, അമ്മയ്ക്ക് കീർത്തനം വല്ലതും പാടണമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കും. ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തൊണ്ട എങ്ങനെ ശരിയാകുന്നില്ലെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞൊരു കാര്യം ചെയ്യാം, കണ്ണേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്നല്ലേ, അമ്മയുടെ അതേ ഇത് തന്നെയാ കണ്ണേട്ടനും കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, കണ്ണേട്ടൻ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറയാണ്. അങ്ങനെ അവസാനം ഗോവിന്ദ് അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുകയാണ് വിജയലക്ഷ്മിക്ക് വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഒരു പാട്ടങ്ങോട്ട് പാടുകയാണ്. ഈ പാട്ടിന്റെ സമയത്ത് ഗോവിന്ദ് വിജയലക്ഷ്മിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ചേർത്ത് പിടിച്ച് അതിലൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യണം. വിജയലക്ഷ്മി നന്നായിട്ട് അതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ബാൽക്കണിന്റെ മുകളിൽ രാധികാമ്മ ഇങ്ങനെ ആകപ്പാടെ നെഞ്ചു തകർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? തനിക്ക് വേണ്ടി അവനൊരു മൂളിപ്പാട്ട് പോലും പാടി തന്നിട്ടില്ല. പക്ഷേങ്കില് വിജയലക്ഷ്മിക്ക് വേണ്ടിയിട്ട് അവൻ പാട്ടും പാടി പുറകെ നടക്കുന്നു. കുഞ്ഞു കൊച്ചിനെ പോലെ താരാട്ട് പാടി കൊണ്ടു നടക്കുന്നു. അതൊക്കെ ഓർത്തപ്പത്തിനും നെഞ്ചു പൊട്ടുക രാധികയുടെ. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, അതെ പാട്ടൊക്കെ മതി, കുറച്ച് സമയമായില്ലേ, ഇനി അമ്മ വാ, അമ്മ വന്ന് കിടക്കാൻ പറയണം. ഇത് കേട്ടപ്പോഴത്തേനും വിജയലക്ഷ്മി പറഞ്ഞു, സാരമില്ല, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അധിക സമയം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേനും ഗീതു പെട്ടെന്ന് പറഞ്ഞു, അത് ശരിയാ, പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്, ഇനി അമ്മ വന്നേന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, വിജയലക്ഷ്മിനെ കയ്യെ പിടിച്ചോണ്ട് കൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തുവാണ്. അങ്ങനെ ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം ഗോവിന്ദാണ് പുതപ്പൊക്കെ പതിപ്പിക്കുന്നത്. അതിനുശേഷം അമ്മയ്ക്കൊരു ഉമ്മയെ കൊടുക്കുന്നുണ്ട്. വിജയലക്ഷ്മി മുമ്പേ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇതൊക്കെ. പക്ഷേങ്കിൽ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ സാധ്യമാവുകയാണ്. തന്റെ മനസ്സറിഞ്ഞ് തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടുകഴിയുമ്പോൾ ഗീതുവിന്റെ നെഞ്ചിലൊരു പിടപ്പ. എത്ര കാലത്തേക്ക് ഇത്? ഒരു പക്ഷേ രഞ്ജു അനാർക്കിലിയുടെ മോളാന്ന് അറിയുന്ന നിമിഷം അതോടുകൂടി എല്ലാം അവസാനിക്കും. മിക്കവാറും രഞ്ജുവിനെ അമ്മയെ ഇവിടുന്ന് പുറത്താക്കും. സത്യം അത് ഏത് നിമിഷം വേണമല്ലോ ആ സത്യം പുറത്തു പറയാം. അയാൾക്ക് എപ്പോഴാന്ന് തോന്നുന്നെങ്കിൽ അയാളത് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് ആകപ്പാടെ നെഞ്ചുപൊട്ടി. ഗീതുവിന് വല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ ആയിരുന്നു. പിന്നീട് ഗീതു എന്ത് ചെയ്യാണ്, അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. തന്നിച്ചു പോയെന്ന് കരയണമെന്ന് വരെ ഗീതുവിന് തോന്നുവാണ്. കാരണം ഈ ഇത്രയും സ്നേഹിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു നിമിഷം പെട്ടെന്ന് ഇറക്കി വിടുന്ന കാര്യം ഓർക്കുമ്പോൾ ആരുടെ ആണെങ്കിലും നെഞ്ചു പൊട്ടൂല്ലേ. അതൊക്കെ ഓർത്ത് വല്ലാത്ത വിഷമമായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ബാൽക്കണിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. കണ്ണേട്ടനും രഞ്ജുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആരോടാ പോലും എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സാന്ദ്രയോടാന്നുള്ള കാര്യം. വിജയലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത ശിഷ്യയാണ് സാന്ദ്ര. പിന്നെ വിജയലക്ഷ്മിയുടെ PA ആണ്. ഇപ്പൊ അവർ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയൊന്നുമില്ല, പക്ഷേങ്കിൽ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. വിജയലക്ഷ്മിയുടെ ശിഷ്യഗണങ്ങളുടെ ലിസ്റ്റ് കിട്ടണം, കാരണം ഓർഫനായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറച്ച് അന്വേഷിച്ചതിന് ശേഷം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗോവിന്ദിനെ കാണാൻ വന്നാണ്. ഗീതുവിന് അപകടം മടുത്തു. ഗീതുവിന് എന്ത് ചെയ്യണം നടത്തില്ല. ഈ സമയത്ത് ഗോവിന്ദ് സാന്ദ്രയോട് ചോദിച്ചു, അല്ല ഓർഫനേജ് ഉള്ള ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ പറഞ്ഞു, ഇപ്പോഴങ്ങനെ ആരുമില്ല, എല്ലാവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് പറയണം. പിന്നെ അറിയാലോ, ഇപ്പം ഞാനും പിന്നെ 1-2 പേരും ഉള്ളൂ, ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ നിന്നല്ലേ വന്നു പോകുന്നേ എന്നൊക്കെ പറയണം. ഗോവിന്ദ് പറഞ്ഞു, ഇനി അങ്ങനെ ആരെക്കുറിച്ചായാലും എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര പറഞ്ഞു, 1-2 പേരുണ്ട്, പക്ഷെ അവരൊക്കെ ഇപ്പൊ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് പക്ഷെ വിജയലക്ഷ്മി അമ്മയുടെ സഹായം ഒന്നും വേണ്ടെന്ന് പറയണം. കാരണം വിജയലക്ഷ്മി അമ്മ സഹായിക്കും, ആ സഹായം താൻ ചെയ്തു കൊടുത്തോളാം, അമ്മ വീണ് കിടക്കുന്നുണ്ട് താൻ ചെയ്തു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാന്ദ്രയിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്.
പിന്നീട് സാന്ദ്ര അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ രഞ്ജു പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാന്ന് ചോദിക്കാം നോക്കാം. പ്രതീക്ഷ നമ്മൾ കൈവിടണ്ടാന്ന് പറയാണ്. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടുമായിരിക്കും എന്ന് പറയാണ്. ആ സമയം ഗീതു നേരെ വിജയലക്ഷ്മിയുടെ അടിയിലേക്ക് ചെല്ലുകയാണ്. ഗീതിന് മുഖം കണ്ടപ്പോൾ തന്നെ വിജയലക്ഷ്മിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വിജയലക്ഷ്മി വെച്ച് എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മേ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണേ. എന്താ കാര്യം എന്താ? ഇപ്പം കണ്ണേട്ടനും രഞ്ജു എല്ലാരും കൂടി ചേർന്ന് അന്വേഷിക്കുന്ന ആരെയാണെന്നറിയോ? അനാർക്കലിയുടെ മോളെയാന്ന് പറയണ. അനാർക്കലിയുടെ മോളെ അത് പിന്നെ അവൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യല്ലേ? അങ്ങനെയല്ലമ്മേ, അമ്മയുടെ ശിഷ്യഗണങ്ങളിലൊക്കെ അന്വേഷിക്കുവാണ്. അവരിൽ ആരെങ്കിലും ആണോ ഇനിയിപ്പോൾ ആ മോളെന്നറിയാൻ വേണ്ടിയിട്ട് അനാർക്കലിയുടെ മോളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പൊ സാന്ദ്ര ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാന്ദ്ര അവരും ചേർന്ന് എന്തോ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അനാർക്കലിയുടെ മോള് രഞ്ജുവാന്നുള്ള സത്യം എല്ലാവരും അറിയുമെന്ന് പറയണം. ഇത് കേട്ടപ്പം വിജയലക്ഷ്മിക്ക് ആ പോയ ടെൻഷനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എനിക്കറിയില്ലമ്മേ, സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ കണ്ണേണ്ട സ്വഭാവം. ജീവനോടെ രഞ്ജുവിനെ വെച്ചേക്കില്ലെന്നാ പറയണേ. ആ സമയത്ത് സ്നേഹബന്ധം ഒന്നും കാണത്തില്ല എന്ന് പറയണം. അത് കേട്ടൻ വിജയലക്ഷ്മിയോട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പം ഞാൻ കാരണം മോൾക്കും പ്രശ്നമായില്ലേ? ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് സന്തോഷം സമാധാനം വേണ്ടതാ. പക്ഷെ എൻ്റെ മോള് ഈ സമയത്ത് എത്രമാത്രം തീ തിന്നുന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയണം. ഗീതുവിന് കരയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഗോവിന്ദനോട് ഈ കാര്യം പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജുവിന് ജീവൻ അപകടത്തിലാവും. പോരാത്തന്നെ രഞ്ജു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം കൂടെ അല്ലേ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന്റെ നെഞ്ചു പൊട്ടുവാണ്. ഈ സമയം ഗോവിന്ദ് അങ്ങനെ പിന്തിരിയാൻ കൂട്ടാക്കില്ല. ഗോവിന്ദ് നേരെ അജാസിനെ വിളിക്കുകയാണ്. അജാസിനെ വിളിച്ചു ചോദിച്ചു, അജാസിനെ എവിടെയാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ ഇവിടെ പുറത്തുണ്ടെന്ന് പറയണം. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്ന് പറയണം. ഡീറ്റെയിൽസ് എന്ത്? പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം പറഞ്ഞു അനാർക്കലിയുടെ മോള് അവൾ എവിടെയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് പറയണം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അജാസ് പറഞ്ഞു, അത് പിന്നെ ഗോവിന്ദ് സാർ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവളെ കണ്ടെത്തിയേ മതിയാവുള്ളൂ. എത്രയും പെട്ടെന്ന് നിനക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ആരോടാന്ന് വെച്ചാൽ അവരോടെല്ലാം അന്വേഷിച്ചോ, എവിടെ വെള്ളം അന്വേഷിച്ചോ. പക്ഷേങ്കിൽ അധികം വൈപ്പിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. കാരണം സത്യദാസിന്റെ മോളല്ല രഞ്ജു എന്ന് എനിക്ക് തെളിയിക്കണം. സത്യദാസിന്റെ വേറെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ അങ്ങനെ ചെയ്യാം. ഗോസാർ ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ നമുക്ക് അതിന്റെ വിവരങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അജാസ് കോഡ് കട്ട് ചെയ്യുവാണ്. ഈ സമയം ഗോവിന്ദ് മനസ്സിൽ ഉദ്ദേശിച്ചു, സത്യദാസിന്റെ മോളല്ല രഞ്ജു എന്ന് തെളിയിക്കണം. അതിന് വേണ്ടുന്ന ഇനിയിപ്പം DNA ടെസ്റ്റ് ആണ്. അയാളുടെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി രഞ്ജുവിന്റെയും കൂടെ എടുക്കണം. അങ്ങനെ മനസ്സ് വിചാരിച്ചങ്ങ് തിരിയുന്ന സമയത്താണ് ഗീതു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഗീതു കേട്ടു അജാസിനെ ഫോൺ വിളിക്കുന്നത്. ഒരു നിമിഷം ഗീതുവിന് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. പെട്ടെന്ന് ഗീതു ചോദിച്ചോ, അല്ല ആരെയാ കണ്ടിട്ടാ വിളിച്ചേന്ന് ചോദിക്കാം. അത് ഞാൻ അജാസിനെ വിളിച്ചാന്ന് പറയണേ. അല്ല എന്തിനാ ഇപ്പൊ അജാസിക്കാനെ വിളിച്ചേ? അല്ല അനാർക്കലിയുടെ മോൾ എവിടെയുണ്ടെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാ. അജാസിനോട് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. എന്തിനാ കണ്ണേട്ടപ്പ അതിന്റെയൊക്കെ പുറകെ പോകുന്നേ? ഞാൻ പറഞ്ഞല്ലോ കണ്ണേട്ട ഒന്ന് സമാധാനിക്ക്. അനാർക്കലിയുടെ മോളെ കണ്ടെത്തി നശിപ്പിച്ചിട്ട് കണ്ണേണ്ട ഇപ്പൊ എന്ത് പുണ്യം കിട്ടണേന്ന് ചോദിക്കാം. വേണ്ട, അവളുടെ ഒരു പേര് ഇവിടെ അവശേഷിക്കരുത്. അവളെ മാത്രമല്ല മോളെ കണ്ടെത്തി മോളെയും തീർക്കണം, അനാർക്കലിയും തീർക്കണം. വേരോടുകൂടി പിഴുതെറിയണം. എൻ്റെ അച്ഛനെ ഇല്ലായ്മ ചെയ്ത കൂട്ടങ്ങളാ. അത് മാത്രമല്ല സത്യദാസിനെ പങ്കുണ്ടെങ്കിൽ സത്യദാസിനെ ഞാൻ തീർത്തു വെച്ച് കളയും. ഭൂമിയിലേക്ക് മീതയും വെച്ചോണ്ടിരിക്കില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ഗീതു ആകെപ്പാടെ തകർന്നു പോയി. ഗീതുവിന് മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. അധികം വൈകാതെ തന്നെ കണ്ണെണ്ണ സത്യങ്ങളൊക്കെ അറിയുമെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.